ഈ കാര്യം പ്രിൻസിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു RC ഹെലികോപ്റ്ററിനാണ്. ഒരു ചെറിയൊരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സിൻ്റെ അകത്ത് ഇതൊരു പാക്കേജിംഗ് ആണ്. അപ്പോൾ ഈ പാക്കേജ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു സാധനം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വന്നായിരുന്നു, ഇങ്ങനൊരു കവറിൽ വന്നായിരുന്നു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടിയ സാധനമാണ് ഇത്. അപ്പോൾ ആ പാക്കേജിങ്ങിലുള്ള ഡിഫറൻസ് ഉണ്ടോ. അപ്പോൾ ഒരു സെല്ലറിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ള പാക്കേജിൽ. കാര്യം സെല്ലർ ഇതും വന്നത് ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി ഈ സാധനം വരുമ്പോൾ എന്തൊക്കെ നല്ലൊരു ഡാമേജും വരില്ല അല്ലേ. അവർ അത്രയും സൂക്ഷിച്ച് കണ്ടാണ് നമുക്കൊരു സാധനം പാക്കേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാക്കേജിങ്ങിൽ തന്നെ ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം അല്ലേ. അത് നമുക്ക് ടേബിൾ ടോപ്പ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ പാക്കേജിങ് എങ്ങനെയൊക്കെ വരാം അല്ലേ, നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ സേഫായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിന് ബാക്കിയുള്ളവർ കാണുകയാണെങ്കിൽ ഇതിലും വലിയൊരു എക്സാമ്പിൾ എനിക്ക് ശരിക്കും പറയാനില്ല. ഇതാണ് ഏറ്റവും നല്ല സെക്യൂർ ആയിട്ട് എനിക്ക് കിട്ടിക്കുന്ന പാക്കേജ് ഇത്രയും നാളിൻ്റെ ഇടയിൽ. ബാക്കിയെല്ലാം ചിലപ്പോൾ എന്താ പറഞ്ഞാൽ ആ കവറിനകത്ത് തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു ബബിൾ റാപ്പിൽ പൊതിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വന്നിരിക്കുന്ന ബോക്സ്, നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ തുറക്കണമെന്നാവോ. എന്തായാലും ഇവിടെ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ നമുക്ക് കറക്റ്റ് പോയിന്റിൽ തന്നെയാണ് കട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ, ബാക്കി നമുക്ക് പൊളിച്ചെടുക്കാം. പോട്ടെ 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 പോട്ടെ. ഓക്കെ, ബാക്കി നമുക്ക് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സൈസ്. എൻ്റെ കൈയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ പൊന്നെ, ഇതെന്ത് പാടാ ഇത് എടുക്കാൻ. ഒരു പോലും സാധനം. ഓക്കെ, അപ്പോൾ അത് പോന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്കുള്ളത് ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ എന്താ ഉള്ളത്. ഓക്കെ, അപ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്ക് 4 AA വേണം പൊളിച്ച്. ഇനി അതുണ്ടാക്കണം. ഓക്കെ, പോട്ടെ. നമുക്ക് എന്തായാലും ഇതെന്തായാലും തുറക്കാം. ഓക്കെ, തുറന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ബാലൻസറും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഡിഫക്റ്റ് കാര്യങ്ങളുണ്ടോ എന്ന് ആദ്യം നോക്കിയോട്ടെ. ഓക്കെ, ഇത് വെറും പ്ലാസ്റ്റിക് ഇതാണ്. ഇതിൻ്റെ അകത്ത് മോട്ടറൊന്നുമില്ല. ആ പറക്കണ കാര്യത്തിൽ ഡൗട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ, ഇത് 2 ജോയിൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ പാഡുകൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇതിലും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് കൺട്രോൾസ്. ഇൻഫ്രാറെഡ് ആണ്, ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ ഇതിലും ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ സാധനത്തിൻ്റെ മെയിൻ സംഭവങ്ങൾ. ഇതെല്ലാം IR വർക്ക് ചെയ്യുന്നുണ്ട്. IR ഇത്. പിന്നെ ഇത് നമ്മുടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ്. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനും പറ്റും. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ കണക്റ്റ് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ സാധനം കണക്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല.
ഓക്കെ, ഇത്ര സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് ലെഫ്റ്റും റൈറ്റും ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കറങ്ങിയ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീടുള്ളത് എന്തൊക്കെയുള്ളൂ, മിനിമം ത്രോട്ടിൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ത്രോട്ടിലാണ്. ഇത് നമുക്ക് ലെഫ്റ്റും റൈറ്റും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ രണ്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പറക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ബട്ടണാണ്. ഓക്കെ, ഇത് നമുക്ക് മോഡാണ്. മോഡിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. സോ നമുക്ക് അതിന് ആവശ്യമില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. എന്തായാലും ഞാനൊന്ന് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒന്ന് ഓടിച്ചൊന്ന് നോക്കിക്കോട്ടെ, അതിനുശേഷം നമുക്കിതൊന്ന് പറത്തി നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് പറത്തി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം ഇത് പറത്തി എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ പറത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ റൂമിലാണെങ്കിൽ അവരുടെ പോയി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, നമ്മുടെ ചാർജറും റിമോട്ട് കൺട്രോളും. ചാർജ് ഇതിനകത്ത് തന്നെ ചെയ്യുന്നത്, വേറെ ചാർജറൊന്നും ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. ആ കാണുന്ന ആ കേബിൾ വെച്ചിട്ട് തന്നെയാണ് ചാർജ് ചെയ്യണത്. സോ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചാർജ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് 25 മിനിറ്റ് ചാർജ് ചെയ്യുക. അപ്പോൾ ചാർജ് ചെയ്യാൻ നേരത്ത് ഒരു ലൈറ്റ് റെഡും ഗ്രീനും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതായത് ഗ്രീൻ കത്തുമ്പോൾ റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡ് മാത്രമോ എന്നൊക്കെയാണ് പറഞ്ഞത്. 1 മണിക്കൂർ വെച്ചിട്ട് പോലും അങ്ങനെ ആയില്ല. അപ്പോൾ അതിൻ്റെ പുറകെയുള്ള സംഭവം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾസിലേക്ക് ഒന്നും കൂടെ പോവാം. അപ്പോൾ ഈ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റും തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ത്രോട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് രണ്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എന്തെങ്കിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയണമെങ്കിൽ, തന്നെത്താനെ പറക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ കറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് 1-2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അത് ബാലൻസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പറത്തി നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഫോക്കസ് ചെയ്യും. അവിടെ ഇട്ടൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കത്തും. നമുക്ക് കൺട്രോളറിൻ്റെ പവർ ബട്ടൺ ഉള്ളത് ഇവിടെയാണ്. ഇത് മോഡാണ്, ഇത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതും കൂടെ ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെയും ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പതുക്കൊന്ന് ത്രോട്ടിൽ കൊടുത്ത് നോക്കാം, ബൈൻഡ് ആയ ഇല്ലെന്ന് അറിയണ്ടേ. ഓക്കെ, ഇനി പറത്താൻ പോകുന്ന കോമഡി സംഭവമാണ്. എനിക്ക് വലിയ പിടിയില്ലാത്ത കാരണം ഇത് എങ്ങോട്ടൊക്കെ പോകുന്ന എനിക്കറിയാൻ പാടില്ല. ഞാൻ മാക്സിമം ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ നിർത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ നമുക്ക് ഉള്ളത് ഒരു ഡമ്മി പ്രൊപ്പല്ലറാണ് വെച്ചേക്കുന്നത്. സംഭവം ഇങ്ങനെ പറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുറക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ബാലൻസ് പോയി കഴിഞ്ഞാൽ അറിയാം, ഫ്രണ്ടിലേക്ക് ഒരു ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്കുള്ള ഇത് വെച്ച് കൺട്രോൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് നേരേക്കും, അതിനുശേഷം ഫ്രണ്ടിലേക്ക് തന്നെ പോകാൻ നോക്കും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുള്ള ഈ സ്റ്റിക്ക്, അതായത് ഈ സ്റ്റിക്കിൽ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പുറകിലേക്ക് ഒന്നും വലിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിക്കാൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ തിരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അതേപോലെ ഇൻഫ്രാറെഡ് ആയതുകൊണ്ടും നമുക്ക് കൺട്രോളിൻ്റെ ഡിസ്റ്റൻസും ഒരു ഇത്തിരി കുറവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഇത് പറത്ത് ഒരു സമയവും നമ്മൾ പറക്കുന്നതിനൊക്കെ നമ്മളിങ്ങനെ തിരിച്ച് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് പോകുന്നത്. അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്ത് വരാൻ ആദ്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അതിൻ്റെ മാക്സിമം ഇത്രയൊക്കെയുണ്ട്. പക്ഷേ ഒരു ഡ്രോൺ പറത്തുന്ന പോലെ അത്ര എളുപ്പമല്ലേ പറത്താന്ന് കാര്യം ഇപ്പോൾ എന്തായാലും മനസ്സിലായി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ സാധനം പറത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് എൻ്റെ റൂമിലേക്ക് തന്നെ വന്ന്. അപ്പോൾ നമുക്കിത് പറത്തി. അപ്പോൾ ഇൻഫ്രാറെഡാണ്, എനിക്ക് പറത്താൻ പറ്റിയില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അതൊക്കെ ആ വീഡിയോയിൽ വന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ നോക്കുന്നത്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫോക്കസ് ആയിട്ട് വെച്ച് ഡ്രോൺ ആണെങ്കിൽ എനിക്ക് സുഖമായിട്ട് പറ്റിയേനെ. നമുക്ക് കോർപ്പറേറ്റ് ഡ്രോണൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം ആദ്യം ഒന്ന് പൊക്കുമ്പോൾ തന്നെ പൊക്കണ നേരത്തെ തന്നെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ താഴ്ത്തിട്ട് കുറേ ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇതൊന്ന് പൊങ്ങി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇങ്ങനെ എപ്പോഴും ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പിടുത്തമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വരും. പിന്നെ ഇൻഫ്രാറെഡ് ആണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായാലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ എടുത്തത് 695 695 സംതിങ് ആയിരുന്നു. ഷിപ്പിംഗ് ഫ്രീ ആയിരുന്നു. സോ ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ എന്നുള്ള രീതിയിൽ ഇത്രയും ചെറുത്, ഇതിലും ചെറുതും ഉണ്ട് കേട്ടോ. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ചെറിയ ഹെലികോപ്റ്റർ ഇതിലൊക്കെ ചെറുതുണ്ട്. സിൽവർ നെറ്റ് നാനോ ആണ്. അപ്പോൾ അതിൻ്റെ അത്രയും സൈസൊന്നും അല്ല, അതിലൊരു ഇത്തിരി കൂടെ വലുതാണ്. ഇനിയിപ്പോൾ ഒരു സൈസ് കമ്പാരിസന് വേണ്ടി എന്താ എൻ്റെ ഉള്ളത്? അതേ ഇരിക്കണം. നമ്മുടെ ഫ്യൂസ് പൈൻ്റെ പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂസ് പൈൻ്റെ പൊക്കത്തിരിക്കണതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് ടൈം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് സംതിങ്ങിൻ്റെ അടുത്ത് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ സാധനം മര്യാദക്ക് പറത്താൻ പറ്റിയാലും നമുക്ക് ഫ്ലൈറ്റ് ടൈം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പറത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണെന്ന് മനസ്സിലായി. ഞാൻ പറത്തി നോക്കട്ടെ, കയ്യിലെടുക്കാൻ പറ്റുന്ന നോക്കട്ടെ ഈ സാധനത്തിന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹം, അങ്ങനെയുള്ള സാധനങ്ങൾ പറത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ചെറിയ കോഡ്കോപ്റ്ററുകളായിരിക്കും. അതാകുമ്പോൾ നമുക്ക് നല്ല ബാലൻസ് ആയിരിക്കും, പറത്താനും എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊരു ഫോൾട്ട് ഉള്ളത്, ചാർജിങ് ഫുൾ ആയി കഴിഞ്ഞാൽ അറിയില്ല. ഇൻഫ്രാറെഡ് ആണ്, സോ അത് കാരണം നമുക്ക് അത്ര വെട്ടമുള്ളിടത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പറത്താനും പറ്റില്ല. ഒരു ലിമിറ്റ് കൂടുതൽ റേഞ്ചിൽ നമുക്ക് കിട്ടുവാനും ചാൻസ് ഉണ്ട്. സോ വേറെ അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നും പറയാനില്ല. സാധനം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബാറ്ററി ഇപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. സാധനം പൊങ്ങണേ ഇല്ല. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം പവർ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. അതിനകത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയ പാട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് തരാം. കുറേയൊക്കെ തറയിൽ കൂടെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇടിക്കണേ എൻ്റെ ഒച്ചപ്പാടും ബോളും മാത്രമേ ഉള്ളൂ ആ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് പറക്കണ ഭാഗം ഉണ്ടെങ്കിൽ അത് മാത്രം കൊടുത്ത് ഇടാൻ നോക്കാം. സോറി ഗായ്സ്, പറത്തി പരിചയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.